കൊണ്ട് പഠിച്ചില്ലെങ്കിൽ മറ്റും ഞങ്ങൾ സമരമുറ. ബന്ധപ്പെട്ടുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, ജനകീയമാറ്റ് സിന്ദാബാദ്. തന്നെ തീരൂ, 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 തന്നെ തീരൂ. ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ അനുമോദ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ വെച്ച് നടത്തിയ ഒരു ചർച്ചയുടെ ഫലമായി റോഡിന്റെ പണി അംട്രപാസിനെ കോയിലൂരിലെ അടുത്തായിട്ട് പറയാൻ പറ്റില്ല, ആ മീൻ മാർക്കറ്റിന്റെ അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു അവസ്ഥ ആദ്യ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയത്ത് ആ അണ്ടർപാസ് കോഫി ഹൗസിന്റെ ആ ഭാഗത്ത് വരികയാണെങ്കിൽ അണ്ടർപാസ് ഈ ഭാഗത്ത് വർഷങ്ങളായി പറയും അണ്ടർപാസ്. എല്ലാവർക്കും നമസ്കാരം. വന്ന് നോക്കി പോയവരെല്ലാം ഈ ഇങ്ങനെ ഒരു സമരമില്ലാതെ തന്നെ ഇത് എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. നമ്മുടെ MLA എത്തി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എയർപോർട്ടുമായി നേരിട്ട് ബന്ധമുള്ള വളരെ അടുത്ത് 10-15 മിനിറ്റ് കൊണ്ട് മാത്രം എയർപോർട്ടിലേക്ക് എത്താൻ കഴിയും. സമരസമിതിയിലെ പ്രിയപ്പെട്ട ചെയർമാൻ സുഹൃത്ത് PK ഇബ്രാഹിം, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ, ഏത് സമയത്തും തമ്മിൽ കാണുമ്പോഴൊക്കെ ഈ പ്രശ്നം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജാഫർ, ജനകീയ സമരസമിതിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജിത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ TPM ബഷീർ, പ്രിയപ്പെട്ട അബ്ബാസ്, പ്രിയപ്പെട്ട കലാം, നമ്മുടെ വൈസ് പ്രസിഡന്റ് മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, പിയൂഷ്, നസീമ, ഷെരീഫ, ധനജ്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഈ സമരസമിതിയുടെ വിളി കേട്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രദേശത്തെ നല്ലവരായ സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സമരത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വിശദമായിട്ട് പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഇതിൽ ഇനി ബന്ധപ്പെടാൻ ഒരാളും ബാക്കിയില്ല. പക്ഷെ ഇതുപോലെയുള്ളൊരു പ്രത്യക്ഷ സമരം, അതിലേക്ക് നമ്മളെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ഒന്നിച്ചിട്ടുള്ളൊരു ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാം മറന്നുകൊണ്ട് ഈ നാടൊന്നാകെ ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട ആൾക്കാരത് കാണണമെന്നാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. ഇത് വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കണ്ട് അധികാരികൾ ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ ജനങ്ങളെ നിങ്ങൾ വലിച്ചഴിക്കേണ്ടി വരും. അതിന് മടിയില്ലാത്ത ആൾക്കാരാണ് ഇവിടെ കൂടിയ ആൾക്കാർ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഈ കോഹിനൂർ ദേശീയപാത കടന്നു പോകുന്ന ഈ ഒരു റൂട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മലപ്പുറം ജില്ലയിൽ ഈ ദേശീയപാതയുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം. നമ്മുടെ ഈ 4 പഞ്ചായത്തുകൾ, ചേലമ്പ്രയിൽ നിന്ന് തുടങ്ങി പള്ളിക്കല്, അതുപോലെ തന്നെ തേഞ്ഞിപ്പലം, മൂലിയൂര്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ നമ്മുടെ ദേശീയപാത അതോറിറ്റിയുടെ മുമ്പിൽ ഉന്നയിച്ചിരുന്നു.
ഞാൻ പറയാം, ഇതിന് കാണാൻ ഒരാളും ബാക്കിയില്ല. ഇതിന്റെ ഉത്തരവാദപ്പെട്ട ചീഫ് അമിത് മീണ അടക്കം കോഹിനൂർ വന്ന് സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട ആളാണ്. അതിലും വലിയൊരാളിന് ദേശീയപാത അതോറിറ്റിക്ക് വരാനില്ല. കേരളത്തിന്റെ ചീഫ് അദ്ദേഹം ഇവിടെ വന്ന് നേരെ സംസാരിച്ച് എയർപോർട്ടിലേക്കുള്ള മാർഗം കണ്ട് ഇവിടെ പള്ളി, ചർച്ച്, ഹൈസ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പുറത്തെ യൂണിവേഴ്സിറ്റി ആവശ്യകതയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായും അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് MLA ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഭാഗത്തുണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അനക്കോ കാണാഞ്ഞിട്ട് ഞാൻ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ പോയി ഇതിന് നിവേദനം കൊടുത്തു. ഞാൻ MLA എന്നുള്ള MP എന്നുള്ള നിനക്ക് അബ്ദുൽ സമദ് സമദാനി, നമ്മുടെ പഴയ MP, അദ്ദേഹം വളരെ സജീവമായിട്ട് ഇതിൽ ഇടപെട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ MP ഇവിടെ മത്സരിക്കാനും വേണ്ടി വന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ചർച്ചിൽ വന്നപ്പോൾ, കോയിലൂർ വന്നപ്പോൾ മറ്റൊരു കാര്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടണം. അതിനുവേണ്ടി MP-യുടെ വലിയൊരു ഇടപെടലുണ്ടാവണം എന്നായിരുന്നു നിങ്ങൾ ഇവിടെയുള്ള, ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോഴും തൊട്ടടുത്ത കോയിലൂർ വന്നപ്പോഴും എല്ലാവരും ആക്ഷൻ കമ്മിറ്റി ഒക്കെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടത്. ഇന്നലെ കൂടി ഇവിടെ നടക്കുന്ന സമരത്തെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ പ്രിയപ്പെട്ട MP-യോട് പാർലമെന്റ് നടക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി തന്നെ ഞങ്ങളുടെ നിയമസഭാ ഡെപ്യൂട്ടി ലീഡർ VK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടിരുന്നു. ഇനി ഇവരെത്താതെ ഞാൻ വരാം, മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര് ഇപ്പൊ കഴിഞ്ഞ ദിവസം PWD മന്ത്രിയെ കാണാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി പോയിരുന്നു. അദ്ദേഹം ഈ സ്ഥലം വിസിറ്റ് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിരുന്നു. അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം വിസിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കേരളത്തിന്റെ റോഡിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പഴിചാരി കൊണ്ട് നമ്മൾ മാറി നിൽക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണതില്ലേ. ഞാൻ പറയാം, ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സമരമുഖത്ത് എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് അണിനിരന്നിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ആവശ്യകത. ഒരു നാടിന്റെ നന്മയുടെ കൂടെ സഞ്ചരിക്കുകയാണ് എല്ലാവരും. അവിടെ രാഷ്ട്രീയം എല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ടുള്ള ഒരു യോജിച്ചുള്ള സമരസമിതിയാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അതാണ് പാർട്ടിക്കാർ അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ കൊണ്ടുവന്ന് നമ്മുടെ മുരളീധരൻ അടക്കമുള്ള MP-മാർ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ആളാണ്. നമുക്കറിയാലോ, കേന്ദ്രം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് ആണല്ലോ. അപ്പൊ അവര് നന്നായിട്ട് പ്രവർത്തിക്കുന്ന BJP-ക്കാർ നന്നായിട്ട് പ്രവർത്തിക്കില്ല എന്നല്ല പറയുന്നത്. അപ്പൊ ഇതിനെന്താ വെച്ചാൽ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവണില്ല. അതാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവണില്ല. ഏറ്റവും ഞാൻ പറയാം, ഇവിടെ ഈ ഇടിമുഴിക്കൽ മുതൽ തലപ്പാറ അവസാനിക്കുന്ന നമ്മുടെ ദേശീയപാത, നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലെ വേറെയും കാര്യങ്ങൾ, കുറെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതുണ്ട്. ഇപ്പൊ ഈ ഡ്രൈനേജിന്റെ പ്രശ്നം ചേലേമ്പ്ര ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് ചേലേമ്പ്രക്കാര്. മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ ആരൊക്കെയാണോ ദേശീയപാതക്ക് ഈ ഇതിനു വേണ്ടിയാണ് സ്ഥലം കൊടുത്തത് അവരെ വീടുകളിലേക്ക് മുഴുവൻ കുത്തൊഴുക്കുന്ന വെള്ളം. ഇവിടെയുണ്ട് ആ വിഷയം. ദുരിതപൂർവമാണ് ജീവിതം. ഈ ദേശീയപാത കടന്നു പോകുന്ന വഴിയിൽ ഇരുവശത്തും താമസിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന പ്രയാസം രാജ്യത്തിന്റെ നാടിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് സ്ഥലം വിട്ടിട്ട് പൈസ കൊടുത്തിട്ടില്ല എന്നല്ല പറയണത്. പക്ഷെ ഈ ദുരിതത്തിന്റെ കൂടെ ഗവൺമെന്റ് നിൽക്കണ്ടേ, അത് പരിഹരിക്കണ്ടേ. ഇന്നലെ ആ നിയമസഭാ കമ്മിറ്റിയിൽ എന്റെ കൂടെയുള്ള CPI MLA വിജയൻ, നാദാപുരത്തെ MLA ആണ്. നാദാപുരത്തെ MLA അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഞാൻ ഇന്ന് നടക്കുന്നത് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, കണ്ണൂര് മുതൽ കാസർഗോഡ് വരെ എവിടേക്ക് അടിപ്പാതയോ ആവശ്യപ്പെട്ടു അവിടേക്ക് ആ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ താല്പര്യമെടുത്ത് NHAIയുടെ സമ്മതത്തോടു കൂടി അവർക്ക് പിന്നെ അതിന്റെ അഡീഷണൽ എസ്റ്റിമേറ്റും ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ടാവും. ബന്ധപ്പെട്ടവർ തന്നെ അതിനുവേണ്ടി അവിടെ മിക്കവാറും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അടിപ്പാത അനുഭവിക്കുകയും ചെയ്തു എന്ന് CPIയുടെ MLA വിജയൻ, നാദാപുരത്തെ MLA-നോട് പറഞ്ഞു. ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രദേശം മുഴുവൻ നിങ്ങൾ കീഴടക്കി കാണല്ലോ. നിങ്ങൾ എല്ലാ മെറ്റീരിയൽസും ഇടുന്ന ഇവിടെയാണ്. അപ്പൊ ഒരു അടിപ്പാത നിർമ്മിക്കാൻ ഇവിടെ ഒരു ആവശ്യകത ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഈ KNR കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭീമന്മാർ നമുക്കറിയാം. പലയിടത്തും നിങ്ങൾ സൈഡ് കരാർ കൊടുത്തിട്ടാണ്. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഈ പ്രദേശം മുഴുവൻ ഒന്നടക്കം നിങ്ങളുടെ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കി തന്ന ജനങ്ങളാണ് അവരുടെ വഴിക്ക് വേണ്ടി സമരം ചെയ്തത്.
അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ ഓഫീസിന്റെ മുമ്പിലേക്ക് ഈ സമരം മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ ഇതിൽ ഇനി ഇടപെടാൻ ഒരാളും ബാക്കിയില്ല. എല്ലാവർക്കും ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി ഞങ്ങളെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എം എൽ എമാരെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ ജില്ലയിലെ എം എൽ എമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി. ആ എം എൽ എമാരുടെ മീറ്റിംഗിൽ ഈ സമരസമിതിയെ കൊണ്ടുപോകണ്ട, ഇത് തിരിച്ച് ഞാൻ പറഞ്ഞ അന്തർദേശീയ വിമാനത്താവളമാണ് അപ്പുറത്ത്. 4 കിലോമീറ്റർ പോയാൽ അന്തർദേശീയ വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തേക്കുള്ള പ്രധാനപ്പെട്ട പാത കൂടിയാണിത്. ഇവിടെ ഇപ്പുറത്ത് ചർച്ച്, അപ്പുറത്ത് അടക്കമുള്ള സ്ഥാപനങ്ങള്, ഇപ്പുറത്ത് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സംവിധാനങ്ങള് ഏറ്റവും അനുയോജ്യമായ ചെയ്ത ഈ കൂട്ടത്തെ, ഈ സമര പോരാളികളെ ആദ്യമായി സ്വാഗതം ചെയ്യും. ഇതിന്റെ മുന്നേ നമ്മൾ വലിയൊരു സമരമുറ ഇവിടെ നടത്തി. നമ്മൾ തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് കോഹിനൂർ അണ്ടർപാസ് അനുവദിച്ചു എന്ന വളരെ എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഭാഗത്തേക്ക് മാറ്റാൻ കാരണമെന്ന് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു തിരിച്ചടിയാണ്. അവിടെ നിന്നാണ് അവര് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്തപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു അടിപ്പാത ഈ പ്രദേശത്ത് നിർബന്ധമാണ്. ഈ ഭവിഷ്യത്ത് വൈകിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ സമയത്ത് തന്നെ, കഴിഞ്ഞ മാസം നമ്മൾ വിദ്യാർത്ഥികളും സ്ത്രീകളും വളരെയധികം താഴ്ന്നുകൊണ്ട് ഇത് നടത്താതിരിക്കാൻ പറ്റില്ല. ഇതിനു വേണ്ടി ഒന്നുകൂട്ട് അടുത്ത് റോഡിൽ നിന്നൊക്കെ ഇറങ്ങി നിന്ന് നമ്മുടെ ഈ പരിപാടി നടന്ന സമരങ്ങളിലെല്ലാം തന്റെ നിറസാന്നിധ്യം ഒരിക്കലും ആരുടെയും ക്ഷണം കാക്കാൻ നിൽക്കാതെ സംഘടിപ്പിക്കുന്നവരോട് ഞങ്ങൾ എത്താൻ ഉദ്ഘാടനത്തിന് സമയം നൽകിക്കൊണ്ട് നിർത്തട്ടെ. ഉന്നയിക്കുന്നത് ഇത് വൈകിട്ടൊന്നുമില്ല, സമരം വൈകിട്ടുണ്ട്. നമ്മള് നാഷണൽ ഹൈവേ അതോറിറ്റി അത് തിരിച്ചറിയും, ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനിയും ഇത് തിരിച്ചറിയണം. നാഷണൽ ഹൈവേയുടെ വർക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അന്ന് അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചേളാരിയും പാമ്പയും തോന്നിയും നമുക്ക് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിനുശേഷം വർക്ക് തുടങ്ങിയ സമയത്ത് ആ പ്രവൃത്തികളൊന്നും നടത്താതെ മാറിയിട്ടാണ് നമുക്ക് ആ കോഹിനൂർ എന്നുള്ള ആ എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തിനൊക്കെ അവരുടെയൊക്കെ യാത്ര പോലും മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ആകുന്ന രീതിയിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതിന്റെ സംവിധാനിച്ച ആളുകളെയാണ് ഈ പ്രദേശത്തിന്റെ ഓരോ പ്രദേശത്തും ഓരോ വികസനങ്ങൾ വരുന്ന സമയത്തും ആ പ്രദേശത്തിന്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്ന് കണ്ടുകൊണ്ടാണ് നടത്തേണ്ടത്. അവിടെ തന്നെ വലിയ ഫാൾട്ട് പറ്റിപ്പോയി. ഏതായിരുന്നാലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇതിനു വേണ്ടി നമ്മൾ എല്ലാ ഭാഗത്തും ജനകീയ സമരസമിതിയുടെ രക്ഷാധികാരി കൂടിയായ ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത് കോഹിനൂറുമെന്നും നമുക്ക് ഈ അണ്ടർപാസ് യാഥാർത്ഥ്യമാവുമെന്നുമുള്ള പ്രതീക്ഷയോടെ ഇനി സമരം ആവശ്യമെങ്കിൽ ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മുഴുവൻ ആളുകളും ഈ ബാനറിൽ പുറകിലേക്ക് മാറ്റുന്നുണ്ട് വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കണ്ട എന്നാണ്